എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരുപാട് യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും ഒത്തിരി സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു അറിവിലേക്ക് ഞാൻ പറയുകയാണ്. എൻ്റെ പേര് ഷാരി എന്നാണ്, തൃശ്ശൂരാണ് സ്ഥലം. നമ്മളുടെ ട്രാവൽസിൻ്റെ പേരാണ് ഡോറയുടെ പ്രയാണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ പ്രയാണത്തിൽ നമ്മളുടെ കൂടെ ഇന്ന് കുറച്ചധികം ആളുകളുണ്ട്. കുറേ ഇന്ന് പുതിയ ആളുകളാണ് നമ്മളുടെ കൂടെ യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ട്രിപ്പിൻ്റെ. ഇതൊക്കെ പുതിയ ആളുകളാണ് കേട്ടോ. ഈ ട്രിപ്പിൻ്റെ ഒരു സവിശേഷത, ശരിക്കും നമ്മളിപ്പം തുടങ്ങിയിട്ടൊരു 5 വർഷമായി. പക്ഷേ എനിക്ക് ഓഫീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളുടെ കൂടെ വന്നിട്ടുള്ള ആളുകൾ, അവരുടെ കെയർ ഓഫിൽ വരുന്ന ആളുകൾ, അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ട്രിപ്പിൽ ഓരോരുത്തരും ജോയിൻ ചെയ്യുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് അധികം ട്രിപ്പുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മാസത്തിലൊരു ട്രിപ്പ് എന്നുള്ള രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്, അല്ലാതെ കൂടുതൽ ഒരു വലിയ രീതിയിലൊന്നും നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. ഇത് നമ്മുടെ പുതിയ മെമ്പറാണ്. എനിക്ക് തോന്നുന്നു ഒരു വർഷം, കുറേ നാളുകൾക്ക് ശേഷം ഒരു ട്രിപ്പ് വരുവാണ്. ഇത് നമ്മളുടെ ബേബി ചേച്ചി എൻ്റെ ആദ്യത്തെ ട്രിപ്പിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഒരു 5 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ചേച്ചിയും ഹസ്ബൻഡും കൂടെ വരുന്നത്. അപ്പോൾ സാധാരണ നമ്മളുടെ ട്രിപ്പുകളിൽ തിരിച്ച് വരുമ്പോഴാണ് ഡാൻസും ഇതുപോലെയുള്ള പരിപാടികളും ഒക്കെ ഉണ്ടാവാറ്. പക്ഷേ ഇത്തവണ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ ഇതാണ് ലെവല്. അപ്പോൾ നിങ്ങൾക്ക് കൂടെയുള്ള ആളുകളുടെ ഒരു വൈബ് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഈ സൗമ്യയുടെ നേരെ ഫ്രണ്ടിലെത്തതേ അവിടെ നിന്ന് താഴേക്കൊക്കെ സ്റ്റെപ്പ് ഇടുന്ന ആളുണ്ടല്ലോ, അതാണ് നമ്മുടെ ശോഭ ചേച്ചി. അപ്പുറത്ത് നിൽക്കുന്ന ശോഭ ചേച്ചിയുടെ ഫ്രണ്ട് വിജി ചേച്ചി. എൻ്റെ അമ്മോ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല കേട്ടോ. എന്തൊരു കിഡിലൻ വൈബാന്നറിയോ. ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ നേരത്തെ കളിച്ചതിൻ്റെ വല്ല എക്സ്പ്രഷൻ ഉണ്ടോ നോക്കി. എന്തൊരു പാവമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കണേ. അപ്പോൾ നമ്മൾ ഡാൻസും അന്താക്ഷരി മത്സരവും അതൊക്കെ കഴിഞ്ഞ് ശരിക്കും വയ്യാണ്ടായി. ഉച്ചനേരമായി കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. പലരും പല സംഭവങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതെല്ലാം കഴിച്ച് നമ്മളുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വാഗമണിൽ നമ്മൾ നേരെ ഇപ്പം ഇവിടുന്ന് കഴിച്ചിട്ട് നേരെ വാഗമണിൽ നമ്മൾ പൈൻ വാലിയാണ് ആദ്യം കാണാൻ പോകുന്ന സ്പോട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലേക്ക് പോവും. പിന്നെ ചൂടിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ അവസ്ഥ നോക്കിയിട്ട് നമ്മൾ മെഡോസ് പോവും. അങ്ങനെയൊക്കെയാണ് പ്ലാൻ. പിന്നെ നാളത്തെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം വാഗമൺ ഞാൻ ഇതിന് മുമ്പും ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കിഡ്ലൻ റിസോർട്ടിലാണ് താമസിക്കുന്നത്. ഓറഞ്ച് വാലി ഹിൽസ് റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ്, അത് ഓപ്പൺ ആയിട്ട് ഏകദേശം 1 വർഷമൊക്കെ ആയി വാഗമണിൽ. പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ കാണാന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ് ഈ ട്രിപ്പിൻ്റെ. ഇപ്പം നമ്മളത് ആദ്യത്തെ സ്പോട്ടിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ് കേട്ടോ. പൈൻ വാലിയിലേക്ക് പോകുന്ന വഴിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഷോപ്പിങ്ങിന് ഭയങ്കര, പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയാണ് കേട്ടോ. കാരണം അത്രയും അധികം ഉണ്ട്. പിന്നെ ലേഡീസിന് ഇഷ്ടമുള്ള ബാഗും അങ്ങനത്തെ സംഭവങ്ങളും എല്ലാം ഉണ്ട്. കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. ആ ഭാഗത്തേക്കൊന്നും നോക്കിയില്ല എന്നുള്ളതാണ്. കാരണം എവിടെ പോകുമ്പോഴും ഈ ഷോപ്പിംഗ് തന്നെയാണല്ലോ. അപ്പം നമ്മൾ കുറച്ച് നേരം ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ബോർഡ് കാണാം. ഇവിടെയാണ് ഇതിൻ്റെ എൻട്രി ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. അപ്പോൾ നമ്മൾ എൻട്രി ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇപ്പം മാർച്ചാണ്. ഇത് മാർച്ച് 2-ാം തീയതിയാണ് കേട്ടോ. നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇത് ഉച്ച സമയമാണ്. പക്ഷേ പൈൻ വാലിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളെ പോലെയല്ല, കുറച്ച് തണുപ്പും പിന്നെ നിറയെ മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്നത് കൊണ്ട് ഇതെന്തായാലും മലയാളികളല്ല അല്ലേ, അതായത് നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു ഫീൽ ഗുഡാണ് ഈ പൈൻ വാലിയിൽ വരുമ്പോൾ. പ്രത്യേകിച്ച് എനിക്കിതിപ്പോൾ എന്താ അത്ര കാണാനുള്ളത്, പക്ഷേ ഇവിടുത്തെ ഫോട്ടോകളാണ്. അതായത് നമ്മളിപ്പം ബാക്ക്ഗ്രൗണ്ട്, ഈ ഒരു പൈൻ വാലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് കിഡിലനാണ് കേട്ടോ.
അങ്ങനെ എല്ലാവരെയും ഒരു ഫ്രെയിമിൽ കിട്ടി എന്ന് പറയാം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളത് അടുത്ത സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പൈൻ വാലിയിൽ നിന്നും നേരെ നമ്മൾ ബോട്ടിംഗ് അല്ലെങ്കിൽ വാഗമൺ ലേക്ക്. ഇതൊരു പുതിയ സംഭവം. ഇതൊരു ട്രെയിൻ പോലൊരു ഫീലുണ്ടല്ലേ? ഫീലല്ല, അതേപോലെ തന്നെയാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. രസമുണ്ട്. വാഗമൺ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു ദിവസം ഉണ്ടെങ്കിൽ തന്നെ എനിക്കൊന്ന്, നമ്മളിപ്പോൾ ഉച്ചയ്ക്കാണ് ഇവിടെ എത്തിയത്, പക്ഷെ രാവിലെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പം നമ്മളിവിടെ എത്തി. എല്ലാവരും ഇനി ബോട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ്. ജാക്കറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടു. ചില ആൾക്കാർ, 1-2 ആൾക്കാർ ഇതൊന്ന് സ്കിപ്പായിട്ടുണ്ട്. കാര്യം ഈ ചൂടായതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 പേരും വന്നിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ ഇവിടുന്ന് എല്ലാവർക്കും എടുത്തു. ഇനി അതായത് ഇതെന്താ സംഭവം എന്നറിയോ? തന്നെ ചവിട്ടുക. അതായത് ഇവരുടെ ബോട്ടിൽ ഇവർ തന്നെ ചവിട്ടണം. മീൻസ് ചവിട്ടണം എന്ന് വെച്ചാൽ തുഴയണം. അപ്പം അങ്ങനെയാണ് ആ ഒരു ടീം പോകുന്നത്. ഞാൻ എന്തായാലും നമുക്ക് തുഴയേണ്ട, അവിടെ ഒരാളുണ്ട്. അപ്പോൾ ആ ആളോട് തുഴഞ്ഞു തരാൻ അതിന് എക്സ്ട്രാ നമ്മൾ പൈസ കൊടുക്കണം. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മളങ്ങനെ റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരാൾ തുഴയാനുണ്ട്. പക്ഷെ നമ്മുടെ മുന്നിൽ പോയ ടീമിന് അവർ തന്നെ തുഴഞ്ഞാളോ എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഇത് വലിയൊരു തടാകമൊന്നുമല്ല. അപ്പം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാവർക്കും ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വലിയ റിസ്ക് ഇല്ല. പിന്നെ അവരും ഇങ്ങനെ തന്നെയാണ്, ഇവിടെ തന്നെ തുഴഞ്ഞു പോകുന്നവരാണ് കൂടുതൽ. ഒട്ടും പറ്റാത്തവർക്ക് മാത്രമാണ് ഒരു തുഴയാൻ ആളുകൾ ഉണ്ടാവുക. പിന്നെ ഇവിടെ ഈ ഒരു സമയമായതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണാനില്ല. ഞങ്ങൾ മാത്രം തന്നെ കാണുന്നുള്ളൂ. വന്ന സമയത്ത് ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അതല്ലാതെ പിന്നെ അവിടെ അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാം. ഇതാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു വ്യൂ. ഒരുപാട് സിനിമകളിലും കാര്യങ്ങളിലും ഒക്കെ ആ വീടും ഈ ഒരു ഭാഗം ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം ഇനി നമുക്ക് കുറച്ചിവിടെ ആസ്വദിക്കാം. അപ്പൊ പറഞ്ഞു മനസ്സിലായി. അവരൊറ്റയ്ക്ക് തുഴഞ്ഞത് കൊണ്ട് നമ്മൾക്കാണെങ്കിൽ പറ്റില്ല കേട്ടോ. കാരണം അത്രയും ബുദ്ധിമുട്ടുണ്ട്. തുഴഞ്ഞൊരുമിച്ച് ഒരു കരക്കെത്തിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു ചില്ലറ കാര്യമല്ല. എന്തായാലും അവരതിൽ വളരെ സക്സസ് ആയി എന്നുള്ളതാണ്. നമുക്ക് പറ്റില്ല എന്തായാലും. അപ്പം നമ്മളതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഈ പാലത്തിലൂടെ ആ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഈ വാഗമണിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ഫ്രെയിമാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഇവിടുന്നും അതെ ഫോട്ടോ എടുത്താലും അല്ലെങ്കിൽ ആ വീടും ഒക്കെ അങ്ങനെ കാണുന്നത് ഒരു പ്രത്യേക ഭംഗി. ആ വീടിനെ പക്ഷെ ഇപ്പോൾ കുറച്ചൊന്ന് മോഡിഫൈ മീൻസ് കുറച്ചും കൂടെ ഒന്ന് പുതുക്കി പണിത പോലത്തെ ഒരു ഫീലുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഐഡിയിൽ, അതായത് ഇൻസ്റ്റാ ഐഡിയിൽ നമുക്ക് ഇവിടുന്ന് എടുത്തിട്ടുള്ള റീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ID കൊടുക്കാം. RJ ഷാരി എന്നാണ് എൻ്റെ ഇൻസ്റ്റാ ID. അപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? നമ്മൾ നേരെ
താമസിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിനിടയിൽ നമ്മൾ ലേക്കിൻ്റെ അവിടെ നിന്ന് വന്ന് ചായയൊക്കെ കുടിച്ച് നല്ല ഫ്രഷായി. നല്ല ചൂട്, അതായത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വാഗമണിൽ രാത്രി മാത്രമേ കുറച്ചെങ്കിലും തണുപ്പുള്ളൂ കേട്ടോ. ഈ സമയത്തൊക്കെ നല്ല ചൂടാണ്. പ്രത്യേകിച്ച് ഇനി വെക്കേഷനാണ് വരാൻ പോണത്. ഏപ്രിൽ മെയ് ഒക്കെ എല്ലാവരും ഫാമിലി ആയിട്ടും ഒക്കെ ടൂർ പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവരും അങ്ങനെ പോകുന്നവരുമാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അധികം തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളാകെ എന്താ പറയുക ചൂട് പിടിച്ച് വയ്യാണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു ടൈം ആയിട്ട് കൂടെ നമുക്ക് കുറച്ചൊരു ചൂട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മളിത് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓറഞ്ച് വാലി ഹിൽ റിസോർട്ടിലാണ് നമ്മളുടെ ഇന്നത്തെ സ്റ്റേ. കാണുന്നു കണ്ടോ. അപ്പം അങ്ങനെ നമ്മളിവിടെ റിസോർട്ടിലെത്തി. ഇനി അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മളിവിടുത്തെ, അതായത് ഈ റിസോർട്ടിൻ്റെ ഫുൾ റൂമിൻ്റെ വിശേഷങ്ങളും ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകളും ഒക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടത്. ഈ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം എല്ലാവരോടും ബൈ.